ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഈ ചാനൽ. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സിൻ്റെ നെക്ക് വിഡ്ത്തോ ലെങ്ത്തോ കൂടിപ്പോയാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കാം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നെക്ക് ലൈന് വ്യത്യസ്തമായ രീതിയിൽ ഫിനിഷിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള നെക്കിൻ്റെ വീതിയാണ് കൂടിപ്പോയത് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ച് വീതിയുള്ള നെക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെനിക്കൊരു 4.5 ഇഞ്ച് വീതിയുള്ള നെക്കാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബോഡി പീസിന് ഇതേ കറക്റ്റ് ഒന്ന് നടുമടക്കി നെക്കിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് കണ്ടുപിടിക്കണം. ശേഷം ആ ഒരു ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇരുവശങ്ങളിൽ നിന്നുമായിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് നമുക്കിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കണം. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്ലീറ്റ്സ് വെച്ചെടുക്കുന്നത്. 1/2 ഇഞ്ച് തന്നെ വീതി കൊടുത്താൽ മതി. ഇരുവശങ്ങളിലും ഒരേ അളവിലുള്ള പ്ലീറ്റ്സ് വെച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, നമ്മൾ സെൻറ്റർ ഭാഗത്തേക്കാണ് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ വശമൊക്കെ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് തന്നെ വെച്ചെടുക്കണം. ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വീതി തന്നെയല്ലേ കിട്ടിയിട്ടുള്ളതെന്ന് കറക്റ്റ് നോക്കാം. എനിക്കിവിടെ 4.5 ഇഞ്ച് കറക്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ല, അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് മുകൾ വശം സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഷോ ബട്ടണോ മറ്റോ വെച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീതി അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ മെത്തേഡ് ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ രീതി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ബോഡി പീസിൻ്റെ ചീത്ത വശം പുറമേക്ക് വരുന്ന രീതിയിൽ ഇതേ കറക്റ്റ് ഒന്ന് നടുമടക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ റെഡിമെയ്ഡ് നെക്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ നെക്കിലും ഈ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഞാനിവിടെ ഇതേ 1 ഇഞ്ചോളം അകംവശത്തേക്കായിട്ട് മാർക്ക് ചെയ്തെടുത്തു. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ നിങ്ങൾക്ക് എത്രത്തോളം വീതി കുറയ്ക്കണമോ ആ നിങ്ങൾക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഒരു നെക്കിൻ്റെ മുകൾ വശത്തു നിന്നും താഴ്വശത്തേക്കായി ഒരു 2 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ഇഞ്ച് ലെങ്ത്ത് വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ഇഞ്ച് നീളം മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു അല്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പിറകിൽ വന്നിട്ടുള്ള ഈ ഒരു എക്സ്ട്രാ ഭാഗം ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള, അതിനെ നമുക്ക് കറക്റ്റ് ഒരു ബോക്സ് പ്ലീറ്റൊക്കെ വെച്ചെടുക്കുന്ന രീതിയിൽ കറക്റ്റ് ഒന്ന് വച്ചെടുക്കണം. ഈ ഒരു രീതിക്ക് കറക്റ്റ് ഒന്ന് വെച്ചെടുത്തതിന് ശേഷം മുകൾ വശത്ത് നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകൾ വശത്തായിട്ടൊരു ഷോ ബട്ടണോ മറ്റോ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗം വീതി കൂടുതലുള്ളത് കാരണം നിങ്ങൾക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ കൂടി വേണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടിപ്പോയാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് മറ്റൊരു പീസ് ഫാബ്രിക് വെച്ചിട്ട് ഒന്നെങ്കിൽ സെയിം ഫാബ്രിക് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് കളറിലുള്ള ഫാബ്രിക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു പീസ് ഫാബ്രിക് ആവശ്യമുണ്ട്. ഇതിന് 5 ഇഞ്ച് വീതി എടുക്കണം കേട്ടോ. 5 ഇഞ്ച് വീതിയും നമ്മുടെ നെക്കിൻ്റെ ഒരു താഴ്വശം കറക്റ്റ് വെച്ചെടുക്കാനുള്ള അത്രയും നീളവും വേണം. എന്നിട്ട് നമുക്ക് നമ്മുടെ തുണിയെ ഇതുപോലെ ഒന്ന് വീതി ഭാഗത്തേക്കായിട്ട് മടക്കി ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ താഴ്വശത്ത് കറക്റ്റ് ഒന്ന് എത്രത്തോളം നീളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമോ ആ ഒരു രീതിക്ക് വെച്ച് കൊടുക്കാം. ശേഷം മുകൾ വശത്തായിട്ട് ഒരു ഷോ ബട്ടനോ ബോയോ എന്തെങ്കിലും സംഭവം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ നമ്മുടെ നെക്ക് ലൈൻ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ, ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇവിടെ ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ക്രോസ് പീസിനെ ഞാനിവിടെ ഒരു 3 ഇഞ്ച് നീളമുള്ള 3 പീസുകളാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം നീളമാണോ നമ്മുടെ നെക്കിൽ കുറച്ചെടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം ഫാബ്രിക്കിൻ്റെ വീതിയും അതുപോലെ ഈ ഒരു ക്രോസ് പീസിൻ്റെ നീളമൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഡെമോ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ടൈപ്പിലും ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ നെക്കിൻ്റെ താഴ്വശത്ത് വെച്ചെടുക്കാനുള്ള ആ ഒരു ഫാബ്രിക് പീസിനെ കറക്റ്റ് ഒന്ന് ഇതുപോലെ വീതി ഭാഗത്തേക്കായി മടക്കി കട്ട് ചെയ്ത് 2ആക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. കൂടാതെ അവിടെ നിന്നും ഒരു 1.5 ഇഞ്ചോളം അകവശത്തേക്ക് മടക്കി ഇതുപോലെ 3 ഭാഗങ്ങളിൽ
മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാപ്പ് വെച്ചിട്ട് അളവെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അളവെടുത്ത് ചെയ്യാവുന്നതാണ്. ശേഷം ഞാനിവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു 3 ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്രോസ് പീസ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വീതിയുള്ള സ്ട്രാപ്പ് പോലെ തയ്യാറാക്കി എടുത്താലും മതി കേട്ടോ. ക്രോസ് പീസ് തന്നെ വേണം നിർബന്ധമില്ല. ശേഷം നമുക്കിത് അടുത്ത പീസ് ഫാബ്രിക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകൾ വശം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വേണം നമ്മൾ ഈ ഒരു ക്രോസ് പീസ് കറക്റ്റ് വെച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതേ ഒരു സ്ട്രെയിറ്റ് ലൈന് പോലെയാണ് വെച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് ഇൻറ്റു ചിഹ്നമില്ലേ, നമ്മൾ ഗുണിക്കുന്ന ആ ഒരു ചിഹ്നത്തിൻ്റെ ഷേപ്പിൽ വെച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതല്ലെങ്കിൽ ട്രയാങ്കിൾസിൻ്റെ രീതിക്ക് നിങ്ങൾക്ക് വെച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. ശേഷം ഞാനിവിടെ നമ്മൾ വെച്ചെടുത്തിട്ടുള്ള ആ ഒരു ക്രോസ് പീസിന് ഇതുപോലെ ഒന്ന് കറക്റ്റ് ഒരു വശത്തേക്ക് വരുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഇതിൻ്റെ മുകൾ വശത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ പാച്ച് വർക്ക് പോലെയൊക്കെ ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്തായാലും മുകൾ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ താഴ്വശം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതെല്ലാം പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് വേഗം ഒന്ന് വീഡിയോ എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ഒന്ന് നോക്കി വെച്ചെടുക്കുക. അപ്പോൾ എത്രത്തോളം ലെങ്ത്തിലാണോ നമുക്ക് ഈ ഒരു നെക്ക് കുറച്ചെടുക്കേണ്ടത്, ആ ഒരു ലെങ്ത്ത് കണക്കായി വരുന്ന രീതിയിൽ തന്നെ ഈ ഒരു പീസ് ഫാബ്രിക് വെച്ചെടുക്കണം. ശേഷം നമുക്കിതുപോലെ ഒന്ന് ചുറ്റിലും പിൻ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിലൂടെ വേണം ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു ഫാബ്രിക് പീസും അവിടെ അറ്റാച്ച് ആയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലെയും പിറകിലെയും അതുപോലെ റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൻ്റെയും ഒക്കെ നെക്കിൻ്റെ ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ ബോറില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ഷേപ്പിലുള്ള നെക്കാണോ ആ ഒരു നമ്മൾ നെക്ക് എന്തായാലും പ്രസ് സ്റ്റിച്ച് കൊടുക്കല്ലോ നെക്കിൻ്റെ തൊട്ട് അരികുവശത്തിലൂടെ, ആ ഒരു അരികുവശത്തിലൂടെ തന്നെ വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും ഞാനിവിടെ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തും നമ്മളിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 മെത്തേഡും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.